ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വ്യത്യസ്തമായ ഒരു 4 മണി പലഹാരമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിനായി 4 കപ്പ് മൈദമാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈദമാവും പിന്നെ ചേർക്കുള്ളൂ. അതിന് വേണ്ട കുറേ സാധനങ്ങൾ കൂട്ടി യോജിച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ മൈദ ഉപയോഗിക്കുകയുള്ളൂ. ആദ്യമായി നമുക്കത് ആ സാധനങ്ങളെല്ലാം യോജിപ്പിക്കാം. 4 കപ്പ് മൈദമാവിന് ഉപയോഗിക്കുന്നത് 1.5 ഗ്ലാസ് പാല്, 2 മുട്ട അടിച്ച് പതച്ചത്, 1/2 സ്പൂൺ ഈസ്റ്റ് ഇട്ട് പഞ്ചസാര ലയിപ്പിച്ച ലായനി, 2 സ്പൂൺ പഞ്ചസാര, നമ്മൾ മധുരത്തിനനുസരിച്ച് ഇടുക, ഉപ്പ്. അതെങ്ങനെയാണ് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ആദ്യമായി ഒരു ബൗളിലേക്ക് നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കാം. ഇതിലേക്ക് ഈ പാല് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഈസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഈസ്റ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് പഞ്ചസാര, മധുരം നമ്മളുടെ രീതിക്ക് അനുസരിച്ചിടാം. ഞാൻ 2 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. 2-3 പഞ്ചസാര ഒന്ന് നല്ലതുപോലെ ഒന്ന് ലയിച്ച് കിട്ടണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നല്ലതുപോലെ ഒന്ന് കലങ്ങി വരണം. പഞ്ചസാര ലയിച്ചിട്ടുണ്ട്. നമ്മളിതിന് 5 മിനിറ്റ് അനങ്ങാതെ ഇത് മൂടി വയ്ക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. 4 കപ്പ് മൈദമാവ്. 4 കപ്പ് മൈദമാവിലേക്ക് നമ്മൾ കലർത്തി വെച്ചേക്കുന്ന മിശ്രിതം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് 3 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം. 3 മണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ലതുപോലെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിന് കയ്യിലൽപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ മുട്ട മിശ്രിതം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ തൊട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കണം. പിന്നെ എടുത്തതിന് ശേഷം ഈ മിശ്രിതത്തിൻ്റെ പുറത്തേക്ക് തേച്ച് ഇതിലേക്ക് എള്ളിങ്ങനെ തൂകിയിടണം. ഈ എണ്ണയിലേക്കിട്ട് എണ്ണ നല്ല ചൂടായി തിളച്ചിരിപ്പുണ്ട്. അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് തയ്യാറായി നമ്മൾ വേറൊരു പാത്രത്തേക്ക് പറക്കിടുക. നാല് മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. നോക്കുക, ഇതിനുള്ളൊന്ന് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ല മൃദുത്വമുള്ളതാണ്. പിള്ളേർ വളരെയധികം ഇഷ്ടപ്പെടുന്ന സാധനമാണ്. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന സാധനമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ ഒരു വിഭവമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.